ദൈവമായ കർത്താവേ, ശരീരപ്രകാരം ഞങ്ങളിൽ നിന്ന് വേർപെട്ട നിന്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന ഈ ദാസിക്ക് നല്ല ആശ്വാസം നീ നൽകണമേ. ഈ മാതാവിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ ക്ഷമിക്കണമേ. നീ വലിയ മോഹത്തോടെ ഉദിക്കുന്ന നാളിൽ നീ നിന്റെ ദാസി നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ആനന്ദിക്കുമാറാകണമേ. അവരോടുകൂടെ എന്റെ സിംഹാസനത്തിനും ഇരുന്നുകൊണ്ട് രാവുകൾ നിന്നെ ആരാധിക്കുമാറാകണമേ. ഈ മാതാവിന്റെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾ കോട്ടയായിരിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഇവൾ നിന്നെ പ്രസ്താവിച്ച ലോകത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നിലച്ചുവന്ന എല്ലാ നല്ല മാതൃകൾക്ക് വേണ്ടി നൽകിയ ഉപദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല മാതൃകളെ പിന്തുടരുവാനും തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾക്കും നീടയാക്കണമേ. ഈ മാതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗീയമായ സമാധാനമായ ശ്വാസം നൽകണമേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾ നീ അനുഗ്രഹമാക്കി തീർക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവും വായിക്കുന്നു. സ്തുതിയ സ്തോത്രം കരയറ്റുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. മകളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. വയലിൽ പൂച്ചെടി പോലെ
കൈതവന കുടുംബയോഗത്തിന് വേണ്ടി ഈ കുടുംബം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെയാണ്. അപ്പച്ചൻ മത്തായിച്ചൻ മുതൽ 3 മക്കളും ഇപ്പോഴെ കൊച്ചുമകൻ കോശി മാത്യു തലമുറകളെല്ലാം അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തവരാണ്. ഈ കുടുംബത്തെ മറക്കുവാൻ സാധ്യമല്ല. ഈ പ്രദേശത്തു നിന്നാണ് കുടുംബയോഗത്തിന്റെ ചരിത്രം ഉണ്ടായതെന്ന് ഓർക്കുന്നു. രണ്ടാമത്തെ ചരിത്രത്തിന്റെ പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മകളെ 70 വയസ്സ് വേദോത്സവത്തിൽ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രയാസവും ദുഃഖവുമന്ത്രി എന്ന് പറഞ്ഞു. ആ ഷിപ്പിൽ കയറി കർത്താവ് വിളിച്ചപ്പോ ദാവിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. സഭ ദൃശ്യസഭയിൽ നിന്നും അദൃശ്യ സഭയിൽ നിന്നുമുണ്ട്. ഈ മകൾ ഇവിടെ ആയിരുന്നപ്പോൾ ദൃശ്യസഭയുടെ അംഗമായിരുന്നു, ദൈവത്തെ ആരാധിച്ച മകളാണ്. ഇനിയും അദൃശ്യ സഭയുടെ ഇൻവിസിബിൾ ചർച്ച് അതിന്റെ അംഗമായി സ്വർഗീയ മാലാഖമാരോടൊത്ത് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മച്ചി ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും നല്ല ശുശ്രൂഷകളും ഈ ഭവനത്തിലുള്ള എല്ലാവരും ഓർക്കുകയും എല്ലാ ദിവസവും അമ്മച്ചയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മച്ചി നമുക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വാക്ക് നീട്ടുന്നില്ല. ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചി ഇപ്പോൾ പ്രസിഡന്റ് ആണല്ലോ, മാത്രമല്ല വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവരും ഓരോ പദവി സ്വീകരിച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. സംഘത്തിനും ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് കൈതവന കുടുംബയോഗത്തിന്റെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ എല്ലാവിധ അനുശോചനവും ഞാൻ അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ട് വാക്കുകൾ സംസാരിക്കും. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ മാതാവിന്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയ വിശ്വാസികൾ, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ മക്കളും ഇവിടുത്തെ മക്കളും കുവൈറ്റിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ 2 വാക്ക് സംസാരിക്കുന്നത്. എന്റെ മകൾ ദീപ്തിയും ജോമോനും, മകൻ ദീപക്കും ആഷിയും അവർ പ്രത്യേകം പറഞ്ഞു ഇവിടെ എത്തണമെന്ന്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, നിദ്ര പ്രാപിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയും സമാധാനവും നൽകുന്നത്. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ സൃഷ്ടിച്ചവൻ എന്ത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിക്കും. ഈ ലോകത്തിലെ വാസം നാം നിശ്ചയിക്കുന്നത് പോലെയല്ല. നാം ഓരോരുത്തരും ഇന്നോ നാളെയോ ഇവിടുത്തെ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം വിട്ട് യാത്രയാകേണ്ടവരാണ്. എപ്പോഴും അത് നാം ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് മാത്രമേ എനിക്ക് ഈ സമയം ഓർമ്മിപ്പിക്കുവാനുള്ളൂ. ഈ സഹോദരി ജീവിച്ചിരുന്നപ്പോൾ ഒരു നല്ല ഭാര്യ, നല്ല ഒരു മാതാവ്,
നല്ലൊരു സഹോദരി, മറ്റുള്ളവർക്കൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലെല്ലാം ജീവിച്ചു. നമ്മുടെ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിച്ചു. ഇനി നീതിയുടെ കിരീടമാണ് പ്രാപിക്കാനുള്ളത്. അതാ അന്ത്യ ദിവസത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ലഭിക്കും. ആ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലികമായ വേർപാടിനെ നാം വളരെയേറെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണം എന്ന വാക്കല്ല, നിദ്ര പ്രാപിച്ചു എന്നാണ് നാം കാണുന്നത്. ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ദേവാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു കുടുംബത്തിലെ മാതാവിന്റെ വേർപാട് മക്കളെ സംബന്ധിച്ചും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അവർക്കേവർക്കും, ഈ പ്രിയപ്പെട്ട അച്ചായനും മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ദൈവം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നടന്നുകൊണ്ട് എന്റെ മക്കളുടെ അനുശോചനം അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അനിത്യമായ ഈ ലോകത്തിൽ നിന്ന് അതിന്റെ കരുണയുള്ള ശ്രദ്ധത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരികളെ ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസങ്ങൾക്ക് അതി സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നുകൾ തോഴ്മക്കാരികളോടുകൂടി വിളയണമേ. എന്നാൽ നീ ജീവനുള്ളവനും ജീവിക്കുന്നവനുമാകുന്നു. പുത്രനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും മകനും പരിശുദ്ധമായ
നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവരെ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിനും അവിടെയുള്ള യാത്രയിലും എല്ലാവർക്കും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയോടെ പരിശോധിക്കപ്പെടാതല്ലാത്ത ആഴത്തിൻ പ്രകാരം സകലത്തെയും അറിയുന്നതായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്നും ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. മകളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നുള്ള നല്ല ജീവശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളുടെ കരുണയും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. ശരണപ്പെടുന്നു. നിന്റെ വസ്ത്രകൽപ്പനയാൽ ഏർപ്പെട്ടുപോയ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവളെ വീട്ടുകൊള്ളണമേ. ഈ ആത്മാ ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. ദാവപുത്രന്റെ സ്വരൂഹായ്മയുള്ളവരെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഇവൾ നിന്റെ പരിശുദ്ധന്മാരോടും കൂടെ വസിക്കുമാറാകണമേ. ഹോശോ നീ ജീവനെടുത്തിടുമ്പോൾ മൃതനായി മണ്ണിൽ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെന്നു. തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോമേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. നേരം കേട്ടെ ഒരു നാഥം ശ്രദ്ധിച്ചൻ അരികെ നേരം തോന്നും നിനദത്തെ ലളിതകളെ വര തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു. വ്യസനസമേതം ചോദിച്ചേൻ കേഴും േവം സുന്ദരരെ വ്യഥയോടെന്തിന് പാടിയിടുന്നോ ഓലി മൂഢ മിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാത
പാഴായി പോയിടും ഈ രക്താംബര രുചിതയെ ഈ ഉള്ളോർത്തൻ ഭൂഷ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ലതിന് അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവ് അവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാൽ അവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീടേകും സ്വർഗമഹാരാജ്യം വിധിയോർ കഞ്ചിടുന്നേ ഞാൻ പാറയ്ക്കുമോ നീ വാഗ്ദാനത്തെ നാട സ്വർഗമഹത്വം ചാർത്തിയിടും സൂര്യോദരി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും അന്തനു കാത്തോരം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ മൃത്യു നിമിത്തം വേർപിരിയും നാൾ വരെയോ നാരികളത്യധിക വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുധരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി വേർപിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവേ ഉയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടുന്നു ഇതിരാരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു ദൂതൻ ചാരേ എന്നെ കൊണ്ടികപ്പോ മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാ മധ്യങ്ങൾ കാണീൻ വടിമൂന്ന എന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയനാഥ കൃപയാൽ കരുണ സമ്പൂർണ പുനരുദ്ധാനതിയെ നിന്നോട് സൃഷ്ടിയനേ നവമാക്കേണ പതിബന്ധം ഹൃദയാ വേറായി മീരണ്ട തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരരുടെ നാളുകളഹോ ഹാലേലൂയ പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ മാറക്കുമോ
ലോലം വദമൽമീനമീൻ മരണമടഞ്ഞൊരു ദാസേനേൻ ജീവസ്മരണ തുടർത്തണമേ കബറിന ധ്യാനത്തിനായി സ്തൗമൻ കാലസ്കുറിയലായി സ്വാൻ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരോട് എഴുന്നേറ്റു ഉയരകുന്നിൽ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ നിറഞ്ഞിരിക്കുന്ന അനുകൂലത്തിന്റെ ദിവസത്തിൽ എന്റെ ആശ്രയത്തെ പുണ്യമാക്കണമേ സഹാബിന്റെ യാക്കോബിന്റെ പിടികളെ പാർപ്പിക്കണമേ ദൈവം തമ്പുരാൻ നമുക്കൊരു ജീവിതം തന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി നിങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യവും വലിയൊരു അവസരവുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജനനവും നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പഠിക്കാവുന്നതിലൊക്കെ അപ്പുറമുള്ള ഒരു വലിയ വിഷയമാണ്. ജീവിതം ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അമ്മയുടെ ഉദരത്തിൽ കഴിച്ചു കൂട്ടിയ കാലം വെറും ഏകദേശം 10 മാസം. ആ സമയത്ത് എങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി, എന്ത് ഭക്ഷിച്ചു, എന്ത് കുടിച്ചു, എങ്ങനെ ശ്വാസം കിട്ടി എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. എന്നാൽ അവിടെ വളരെ സുരക്ഷിതമായി നമ്മളവിടെ സംരക്ഷിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. അങ്ങനെ ജനിച്ച് വീണതിന് ശേഷം ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു ആയുസ്, അത് എത്രയാണെന്നൊന്നും നമുക്ക് മുന്നമേ അറിയാൻ സാധിക്കത്തില്ല. എങ്കിലും അങ്ങനെ അത്ഭുതകരമായ ഒരു ആയുസ് തന്ന് നമ്മളെ ഈ ഭൂമിയിൽ താമസിക്കുവാൻ തക്കവണ്ണം അനുവദിക്കുന്നു. അപ്പോഴേ വിവേകത്തോടുകൂടി, ബുദ്ധിയോടുകൂടി, ദൈവാശ്രയത്തോടുകൂടി, ദൈവഭക്തിയോടുകൂടി, സഭാവിശ്വാസത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ജീവിതം പടുത്തുയർത്തുകയാണ്. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംസ്കാരത്തിൽ വായിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമ. 10 കന്യകമാരിൽ 5 പേര് ബുദ്ധിമതികളും 5 പേര് ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിമതികൾ വിളക്കും എണ്ണയും തിരിയും എല്ലാം കരുതി പാത്രത്തിൽ എണ്ണയും എടുത്തു. ബുദ്ധിഹീനകൾ എണ്ണയും വിളക്കും ഒക്കെ എടുത്തുവെങ്കിലും പാത്രത്തിൽ കരുതിയില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ മണവാളനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കാത്തു നിന്നപ്പോൾ എത്ര നേരം കാക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ അവരുടെ വിളക്ക് കെട്ടുപോകുമെന്ന് ഭയപ്പെട്ടിട്ട് ബുദ്ധിയുള്ളവരോട് ചോദിച്ചു, കടം ചോദിച്ചു, നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറേ ഞങ്ങൾക്കും തരിക എന്ന് പറയുന്നു. പക്ഷേ ആ ബുദ്ധിമതികൾ പറഞ്ഞു, ഇല്ല, തരികയില്ല, നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുത്തിൽ പോയി വാങ്ങിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. വാങ്ങിക്കാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്തു. പക്ഷേ ആ കൃത്യസമയത്ത് മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവരെ മണവറയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവരൊരു പരിശ്രമം കൂടെ നടത്തി. അടയ്ക്കപ്പെട്ട വാതിലിൽ മുട്ടി, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമെന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. വലിയ കഠിനപരമായ സങ്കടകരമായ ഒരു ശബ്ദമാണ്. വളരെയേറെ ദൈവ ആശ്രയത്തോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ദൈവം ഒരു ആയുസ് നമ്മെ ഈ ഭൂമിയിലാക്കിയത്? ദൈവസ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. ആ സ്നേഹം പങ്കിടുവാനും സന്തോഷം പങ്കിടുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും എല്ലാം ദൈവസ്നേഹം കൊടുത്ത് സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സൗഹൃദത്തോടുകൂടെ കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ആയുസ്സാണ് ഇതെന്ന് മനസ്സിലാക്കണം. പ്രിയമാതാവ് 70 വയസ്സ് പൂർത്തിയാക്കി ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ഇനി ശരീരം ചലിക്കയില്ല, കാലുകളും കൈകളും ചലിക്കത്തില്ല, ബുദ്ധി പ്രവർത്തിക്കയില്ല. പക്ഷേ ഇനി സജീവമായിട്ട് ദൈവം തമ്പുരാൻ തന്ന ഒരു ആത്മാവ്
ഉണ്ടെന്നുള്ളത് നമ്മൾ നല്ലതുപോലെ വിശ്വസിക്കുന്നവരാണ്. അതുമായിട്ടാണ് ദൈവത്തിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവിടെ കൊടുക്കുവാനുള്ളത്, എന്താണ് അവിടെ സമർപ്പിക്കുവാനുള്ളത്? ഈ ഭൂമിയിലെ മണ്ണോ പൊന്നോ വസ്ത്രമോ സ്വർണമോ ഒന്നും തന്നെ അവിടെ ആവശ്യമില്ല, കൊണ്ടുപോകാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്, എന്തിനാണ് ദൈവം ഈ ആയുസ്സ് വഹിക്കുന്നത്? ദൈവത്തിന് ഹിതകരമായി ജീവിച്ച് സന്തോഷം പങ്കിട്ട് സ്നേഹം പങ്കിട്ട് ഈ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തി ആത്മാവ് ദൈവം തമ്പുരാൻ തന്ന ആത്മാവ് അവിടെ സമർപ്പിക്കുവാനാണ്. കൈ നിറച്ച നന്മയുമായി ഹൃദയം നിറച്ച സ്നേഹമായി അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കൊള്ളാം, നല്ലവളും വിശ്വസിച്ച ദാസി, നീ അല്പത്തിൽ വിശ്വസിച്ചാൽ അധികത്തിന് അധികാരിയാകും. വലിയൊരു സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ഈ ദാസിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഈ കുടുംബത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും അനുശോചനവും എല്ലാം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുമോന് സഭയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മാതൃകാപരമായി പ്രവർത്തിച്ച് ദീർഘകാലം അതിൽ പ്രവർത്തിക്കുന്നുള്ളത് സന്തോഷം അറിയിക്കുന്നു. സഭയിലും ഇടവകയിലും സമൂഹത്തിലും ചെയ്യുന്ന എല്ലാ നല്ല സേവനങ്ങൾക്കും എൻ്റെ പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹധർമ്മിണി ഭാര്യ കോളേജിൽ പഠിപ്പിക്കുന്നു. കോളേജിൻ്റെ വകയായും എൻ്റെ വ്യക്തിപരമായും ഭദ്രാസനീയമായ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വത്സലരേ എന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കടകീർത്തനമൻ പേർക്കാ പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളി കൂട്ടുന്നോർക്കായി വെളിവാകും നാഥ ദൈവികമാം വലഭാഗെ നിർത്തണമെന്നേ. വത്സലരേ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താലെന്നഗതാരിളകിടുന്നു ജഗദീരക്ഷകനാ മസിഹാനൃപനൻ വീട്ടതിനാ പോകും സങ്കടപൂർവം വത്സലരേ എന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ
കീർത്തനമൻ പേർക്കാ പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തിൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളി കൂട്ടുന്നോർക്കായി വെളിവാകും നാഥ നിന്ദൈവികമാം വലഭാഗെ നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താലെന്നകതാരിളകിടുന്നു ജഗദീരക്ഷകന മസിഹാനൃപനൻ വീട്ടതിനാ പോകും സങ്കടപൂർവം. ചക്കാലയിൽ ശ്രീമതി പൊന്നമ്മൂശി 70 വയസ്സ് കർത്താവിന് നിദ്രപ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രിയ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾക്കായിട്ടാണ് നാം ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാരണത്വം വഹിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത് നഗരസഭയുടെ കണ്ടനാട് ഈശ്വഭദ്രാസനാഥൻ അഭ്യർത്ഥന ഡോക്ടർ തോമസ് മാർത്താനിയോസ് തിരുമനസാണ്. അഭ്യർത്ഥന തിരുവാസിനെ ഇടവകയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന മുന്നിലായ ബിഷപ്പ് അച്ഛന്മാര്, വൈദിക ശ്രേഷ്ഠർ കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അല്പസമയം രണ്ട് അനുശോചനങ്ങളും ആദരവും അറിയിക്കുവാൻ വേണ്ടി ഈ സമയം വിനിയോഗിക്കുകയാണ്. പത്തനംതിട്ട DCC പ്രസിഡന്റ് ശ്രീ ബാബു ജോസാണ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം അറിയിക്കുകയും ആദരവ് അറിയിക്കുകയും ചെയ്യുന്നു. അഭിവൃദ്ധിയാണ് തിരുമേനി, മന്ദിരായ വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഈ മാതാവിൻ്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായ ആളുകളാണ് ഈ കുടുംബം മുഴുവൻ. ഞങ്ങളുടെ കുംഭവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മച്ചൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ഈ മാതാവ്. ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കുടുംബം ഒട്ടേറെ ത്യാഗങ്ങളും സ്നേഹവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ, മരണം ദൈവസന്നിധിയിൽ ഈ മാതാവിൻ്റെ ആത്മാവ് എത്തിച്ചേരും എന്ന പരിപൂർണമായ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ മാതാവിനെ യാത്രയേക്കാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അവരുടെ വേദന മാറാൻ ദൈവതമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പങ്കുചേരുന്നു. ഈ മാതാവിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജോസിന്റെ മുൻ പ്രസിഡന്റും ബോംബെ ഭദ്രാസനാധിപനും അഭ്യർത്ഥന ഡോക്ടർ ഗീവർഗീസ് മാർ സിനിമയ്ക്ക് വേണ്ടി ഈ സമയം ആദരവർപ്പിക്കുകയും ഒക്കെ വെക്കുകയും ചെയ്യുന്നു. അഭ്യർത്ഥനയതിനു വേണ്ടി മുന്നിലായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ,
വളരെ ധന്യമായ ജീവിതം ദൈവം അനുസരിച്ചിടത്തോളം കാലം വളരെ അനുഗ്രഹകരമായി ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി നിറവേറ്റി ദൈവം പഠിച്ച അവസരത്തിൽ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞുപോയിരിക്കുന്ന ഈ മാതാവിൻ്റെ ജലത്തോട് യാത്ര പറയുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ ദീർഘകാലം MGOSSന്റെ പ്രസിഡന്റായിരിക്കും അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ കൃതാർത്ഥതയോടുകൂടി സേവനം അനുഷ്ഠിച്ച കൊച്ചുമോൻ്റെ മാതാവിനെ യാത്രയക്കുവാൻ അഭിനന്ദ തിരുമേനിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാനും വളരെ സുദീർഘകാലമായിട്ട് മോനച്ചനും കൂടെ ഈ മാതാവിനെ അറിയുവാനിടയായി. നമ്മൾ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ മഹത്വം ഫലങ്ങളിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മാതാവ് വളരെ ചിട്ടയോടെ നിഷ്ഠയോടെ ദൈവ ഭയഭക്തിയോടുകൂടി ഈ കുഞ്ഞുങ്ങളെ വളർത്തി എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ നിന്നും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ ധന്യമായ വളരെ അനുഗ്രഹകരമായ ജീവിതം നയിച്ച ഈ മാതാവിനെ ഈ വേർപാട്ടിൻ്റെ അവസരത്തിൽ അഭിനന്ദ തിരുമേനിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവർക്കും ഉള്ള ദുഃഖവും സങ്കടവും അനുശോചനവും രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ജീവിതം നയിച്ച ഈ മാതാവിൻ്റെ പരിപാലനമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ എല്ലാവരെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു സമർപ്പിക്കട്ടെ. കാതോലിക്കേറ്റ് കോളേജിന് വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു ജോസഫ് സാർ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് തിരുമേനി, ഈ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമനുസരിച്ച് നശ്വരമായ ലോകത്ത് നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തേക്കാണ് ആത്മാവ് യാത്രയാകുന്നത്. ആ രീതിയിൽ ഇമ്പങ്ങളുടെ പരദീസായി ഈ മാതാവിന് സ്ഥാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാതോലിക്ക കോളേജിനെ സംബന്ധിച്ചിടത്തോളം കാതോലിക്ക കോളേജിൽ ഈ മാതാവിൻ്റെ മരുമകൾ അവിടെ സേവനം അനുഷ്ഠിക്കുന്നു, കൊമേഴ്സ് വിഭാഗത്തിൽ. ആ രീതിയിലും MGOSSന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട കൊച്ചുമോനുമായിട്ടുള്ള സ്നേഹത്തിലും കോളേജിന് വളരെയധികം കടപ്പാടുള്ളതായ ഭവനമാണ്. ആ രീതിയിൽ ഈ സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേക MGOSS പ്രസ്ഥാനത്തിനും ഒക്കെ മുതൽക്കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കോളേജ് കുടുംബത്തിൻ്റെ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ പ്രസംഗം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റ് തിരുമേനി, സെക്രട്ടറിമാർ അപ്രേം തിരുമേനി ഇന്നലെ ഭവനം സന്ദർശിച്ചു. ജനറൽ സെക്രട്ടറിയുടെ ശാരീരികമായ അസ്വസ്ഥത മൂലമാണ് വരുവാൻ സാധിക്കാഞ്ഞത്. പ്രത്യേകമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ മാത്യുവിനോടൊപ്പം പ്രവർത്തിച്ച തെയോഫിലോസ് തിരുമേനിയുടെ അസാന്നിധ്യം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് തിരുമേനി ഫോണിൽ വിളിച്ച് തിരുമേനിയുടെ അനുശോചനവും അറിയിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞു. വിദ്യാർത്ഥി കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പ്രിയ മാതാവിന് ദൈവസന്നിധിയിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പുഷ്പചക്രം ഇപ്പോൾ സമർപ്പിക്കും. കുവൈറ്റ് മഹായിടവകയ്ക്ക് വേണ്ടിയും ബെസേലിയസ് മൂവ്മെന്റിന് വേണ്ടിയും ബെസേലിയസ് ആർട്സിന് വേണ്ടിയും ഇപ്പോൾ ശോനം അറിയിക്കുകയും പ്രസ്ഥാനങ്ങൾ അവരുടെ ആദരവ് അറിയിക്കുകയും ചെയ്യുന്നതാണ്. സെൻട്രൽ ട്രാവൻകൂർ ഫുട്ബോൾ അസോസിയേഷന് വേണ്ടിയുള്ള ആദരവ് ഇപ്പോൾ അറിയിക്കുന്നു. നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച കുടുംബമാണ് ചക്കാലയിൽ കുടുംബം. അവിടെയുള്ള എല്ലാ കാര്യത്തിലും, ആത്മീയ പ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലെല്ലാം കാര്യത്തിലുമെല്ലാം വളരെയധികം സഹായം ഈ ഭവനത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഭവനത്തിലെ പിതാവ് ഏറെ നാളുകൾ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ മൂശാന ഈ ഇടവകയുടെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ വളരെ സുത്യർഹമായ സേവനം നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും മരുമക്കളും എല്ലാം സഭയോട് ചേർന്ന്, ദേവാലയത്തിനോട് ചേർന്ന് എല്ലാ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഉണ്ട്. ഇടവകയുടെ ശുശ്രൂഷ സംഘത്തിന് വേണ്ടിയുള്ള ആദരവ് ഒരുപാട് അനുശോചനം അറിയിച്ച് ആദരവ് സമർപ്പിക്കുന്നു.
തുമോൻ ഭദ്രാസന ദേവാലയത്തിലെ വിശുദ്ധ ബന്ധായി ശുശ്രൂഷകനായി ദൈവ വേല ചെയ്യുന്ന ശ്രീ കോശി മാത്യു എൻ്റെ മാതാവ് ശ്രീമതി പൊന്നമ്മ കോശി കർത്താവിൽ മുദ്ര പ്രാപിച്ചിരിക്കുകയാണ്. ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങൾ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന കോശി മാത്യുവിനെയും ഞങ്ങൾ മാത്രം എന്ന് വിളിക്കുന്ന കോശി ജോണിനെയും ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പറഞ്ഞയക്കുന്നതിന് ഈ മാതാവ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. വളരെ ചെറുപ്പകാലം തൊട്ട് കൊച്ചുമോനും റോയും ഞാനും കൂടി പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുമ്പോഴും ഈ മാതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുമോനോടുള്ള അതേ വാത്സല്യത്തോടുകൂടി തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും കാണുന്നുണ്ടായിരുന്നു എന്നത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നിരവധി വർഷങ്ങളിൽ നിരവധി കാലങ്ങളിൽ വൈകുന്നേരം ഈ പള്ളിയിൽ താമസിക്കുന്ന അച്ഛന്മാർക്ക് ഈ മാതാവിൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കൊച്ചുമോൻ എല്ലാ ദിവസങ്ങളും വൈകിട്ട് ഭക്ഷണവുമായി പള്ളിയിലേക്ക് വരുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ കടയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ദേവാലയത്തിന് വളരെയധികം സേവനങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നൽകിയ ഈ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ തുമോൻ സെമിനറി ഭദ്രാസന ദേവാലയത്തിലെ ശുശ്രൂഷ സംഘത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മാതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിയായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മാതാവ് ഈ ഭവനത്തിലെ എല്ലാ അംഗങ്ങളും മക്കളാണെങ്കിലും പ്രിയ പിതാവാണെങ്കിലും ഒക്കെ വളരെ സജീവമായി ഈ ഇടവകയിൽ പ്രവർത്തിച്ചിരുന്നു. ഭരണകാര്യങ്ങളുടെ പ്രവർത്തനത്തിലും ശക്തമായ നേതൃത്വം അവരെല്ലാവരും നൽകിയിരുന്നു. ഈ സമയം ഈ ഭവനം ചെയ്ത ഈ മാതാവ് ദേവാലയത്തിന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും ശുശ്രൂഷകളെയും ഈ ഭവനം ഇവിടുന്ന് എല്ലാ വൈദികരുമായിട്ട് വികാരിമാരുമായിട്ട് എല്ലാം വളരെ സ്നേഹബന്ധം ഉയർന്ന പിതാക്കന്മാരുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തിയ ഒരു ഭവനമാണ്. ഈ ഭവനത്തിൻ്റെ വേദനയെ എല്ലാ അനുശോചനവും പ്രാർത്ഥനകളും ആശ്വാസവും ദൈവനമ്പുരാൻ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ചെയ്ത ഈ കുടുംബം ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും ദിവസത്തിൽ ഓർക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ആദരവ് ഈ സമയം അറിയിക്കുകയാണ്. സമാധാനം
നിന്റെ അത്ഭുതപ്രകാരം ക്ലേശപൂർണ്ണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും നിരലോകങ്ങൾക്ക് അധികാരിയുമായ ഈ താൽക്കാലിക നവരദേശവാസത്തിൽ പര്യാപ്തരായിരിക്കുന്ന ഈ ദാസയുടെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനമാരാഹമാർ മൂലം ഇവരുടെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവിനെ ദുഷ്ടാത്മാവിലും ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആയിരങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ ഉണർത്തണമേ. തിരുനാമഭക്തരും വിഷമായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നതുപോലുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രിയാൽ ഇവരുടെ പാപങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമേ. ഇവരുടെ തെറ്റുകളെ നിന്നതയാൽ പൂർണ്ണമായും ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. പ്രഭാപൂർണ്ണമായ വിളക്ക് ഇവൾക്ക് നേടിക്കൊടുത്ത് രണ്ടാം ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. നിന്നെ സ്തുതിക്കുന്നവർക്കും സ്ഥാനത്തും ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിട്ടുണ്ട്. അവരുടെ മുഖത്ത് കണ്ണുനീരും മുഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ വശിയാനുള്ള പ്രത്യാശയും മുൻപോട്ട് എന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ പരിശുദ്ധന്മാരോടുകൂടിയുള്ള ശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ നിങ്ങളെല്ലാവരും ആദ്യമില്ലാത്തതിന്റെ രാജ്യത്തിൽ വന്യവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ.
നിങ്ങളെല്ലാവർക്കും സമാധാനം. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന അപ്പസ്തോലനായ വിശുദ്ധമത്തായി എഴുതിയിരിക്കുന്ന പ്രകാരം ജീവൻ നൽകുന്ന പ്രസംഗമായ ശിശിഹായുടെ വിശുദ്ധ എവങ്കേലിയം. മനുഷ്യനായ ദൈവവും ജീവന്റെ വചനവും രക്ഷകമായ ശിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരെ തീപ്പെട്ടികളെടുത്ത് പുറപ്പെട്ട് പത്തകന്യകമായി സദൃശമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേരാകട്ടെ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനാകുന്ന തീപ്പെട്ടികളെടുത്ത് കൂടെ എടുത്തില്ല. ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ തീവെട്ടികളോടുകൂടി പാത്രങ്ങൾ എണ്ണയും എടുത്തു. മണവാളൻ വൈകിയതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ചിറങ്ങി അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എതിരെ പുറപ്പെടുവീരുന്ന പുള്ളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ തീവെട്ടികൾ തെളിയിച്ചു. ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ തീവെട്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ബുദ്ധിമതികൾ മറുപടിയായിട്ട്, നിങ്ങൾക്ക് ഒരു പക്ഷേ മതിയാകാതെ വന്നേക്കാൻ നിങ്ങൾ വാണിഭക്കാരുകളിൽ പോയി വാങ്ങുവീനെന്ന് മറുപടി പറഞ്ഞു. വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരോടുകൂടി വിരുദ്ധശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെട്ടോട് മറ്റു കന്യകമാരും ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അമൃതരമായവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ദിവസവും സമയവും നിങ്ങൾക്ക് അജ്ഞാതമാകിയാൽ നിങ്ങൾ ജാഗ്രതയോടെ ഇരിപ്പീൻ. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മയുടെ ശാരീരിക പ്രകാരമുള്ള വേർപാട് സൃഷ്ടിക്കുന്ന വേദനയും വ്യഥയും ഇഷ്ടബോധവും എല്ലാം വളരെ വലുതാണ്. ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് വേദനയുടെ നടുവിൽ ആശ്വാസവും സാന്ത്വനവും നേരിടാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ കർത്തൃദാസിക്ക് തിരുവനന്തപുരത്തിലുള്ള സന്തോഷം നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു ജീവിത പരിണാമമാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് ജീവിച്ച് ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയത്ത് ഇവിടെ പിരിയുക, അത് ദൈവനിയോഗമാണ്. തീർച്ചയായിട്ടും ദൈവഹിതപ്രകാരം ഈ ലോക ജീവിതം അവസാനിപ്പിച്ച ദൈവസനത്തിലേക്ക് ഈ കർത്തൃദാസി യാത്ര ചെയ്യുന്ന സന്ദർഭമാണ്. ഒരു തരത്തിൽ ഭാഗ്യകരമായ ഒരു ജീവിതാനുഭവം അവർക്കുണ്ട്. ജീവിതം അർത്ഥവത്തായി പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ജീവിത സാഹചര്യങ്ങളിൽ തന്റെ ഉത്തരവാദിത്വം തന്റെ ബോധ്യപ്രകാരം നിർവഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയെടുത്ത് ഓരോ സ്ഥലത്തെത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. ഈ ലോക ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ ദൈവ ഇഷ്ടപ്രകാരം കഴിഞ്ഞുകൊള്ളുവാൻ സാധിച്ചു. ദൈവം പറയുന്ന തിരുവഴുത്തിൽ പറയുന്ന 70 വയസ്സ് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അനുഗ്രഹകരമായ ജീവിതവും ഒരു അന്ത്യവും ദൈവം നൽകി. അത് ഭാഗ്യകരമായ ജീവിതാനുഭവം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് ദൈവം നൽകുന്നില്ല. താവ് തന്നെ പറയുന്നത് ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്.
ഏതാണെങ്കിലും കുടുംബജീവിതത്തിൽ ഉള്ള ദുഃഖങ്ങളുടെയും വേദനകളുടെയും എല്ലാ നടുവിലും എൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തോടുള്ള ബന്ധം എല്ലാം നിലനിർത്തി വിശ്വാസാനുഭവത്തിലെ കുടുംബത്തെ നയിച്ച കുഞ്ഞുങ്ങളെ വളർത്തിയ അമ്മയുടെ വേർപാട് ദുഃഖകരമാണ് എന്ന് വരികയും ദൈവഹിതമാണ്, അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എങ്കിലും ഭാഗ്യകരമായ ഒരു ജീവിതം, ഭാഗ്യകരമായ ഒരു മരണവും അവർക്ക് നൽകി എന്ന് നമ്മൾ വിസ്മരിക്കുകയും വേണ്ട. പറയാവുന്ന ലോക ജീവിതം ജനനം മുതൽ മരണസാധ്യതയുമായിട്ടാണ് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. ഓരോ നിമിഷവും നമ്മുടേതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ജനിച്ചന്ന് മുതൽ 70 വയസ്സ് പൂർത്തീകരിക്കുന്ന നാൾ വരെ ദൈവിക സംരക്ഷണയിൽ വളരുവാൻ, ദൈവിക അനുഭവത്തിൽ കഴിഞ്ഞുകൂടുവാൻ ദൈവം സാധ്യത നൽകി, ജീവിതം അർത്ഥവത്താക്കി. ഇന്ന് അവർ താൻ സ്നേഹിച്ച കുടുംബാംഗങ്ങളോട്, തന്നെ സ്നേഹിച്ച കുടുംബാംഗങ്ങളോട് വിട പറഞ്ഞ യാത്രയാകുന്ന സന്ദർഭമാണ്. എന്നാൽ മനുഷ്യ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്നത് നമുക്കറിയാം. ഈ ലോക ജീവിതത്തിനപ്പുറം ഉള്ളൊരു പ്രതീക്ഷയിലാണ്, ഒരു പ്രത്യാശയിലാണ് ഓരോ വിശ്വാസിയും കഴിഞ്ഞുകൂടുന്നത്. ഈ ലോക ജീവിതം ആ നിത്യജീവനുള്ള ഒരു ആമുഖം മാത്രമാണ്, ഒരാദ്യത്തെ ഘട്ടം മാത്രമാണ്, ഒരുക്കത്തിൻ്റെ നാളുകൾ മാത്രമാണ്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പ്രവേശനം ഇന്ന് ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു അനുഭവമാണ്. അവരുടെ സാന്നിധ്യവും ലാളനവും ഒന്നും അനുഭവിക്കുവാനുള്ള സാഹചര്യം കുടുംബാംഗങ്ങൾക്ക് ഇനിയില്ല എന്നത് സത്യമാണ്. എങ്കിലും നാം സ്നേഹിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ ഈ സന്തോഷമെന്ന് നാം മനസ്സിലാക്കുക. ലോക ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ഇതെല്ലാം സന്തോഷകരമായ ജീവിതത്തിനകത്ത് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സുഖമില്ലാതിരുന്ന ഒരവസ്ഥയായി. ആ അവസ്ഥയിൽ എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കും? എല്ലാവരും സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. അത് ദൈവം കേട്ടില്ല എന്നൊരു പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമായി ആ രോഗത്തിൻ്റെ കാലഘട്ടത്തെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം കുടുംബാംഗങ്ങളെ ഒരുക്കുന്ന ഒരു സന്ദർഭമാണ്. ദൈവം തൻ്റെ ദാസിയെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്ന സന്ദർഭമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ വേദനകളും വ്യഥകളും എല്ലാം ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മകൾ മാത്രമാണ്. കർത്താവിനോടൊപ്പം സന്തോഷിക്കുവാനുള്ള ഒരു സാധ്യതയാണ് മരണം വഴി അവർക്ക് സിദ്ധിക്കുന്നത്. ഈ ലോകത്തിൽ ഉള്ള രോഗം, വേദന, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിമോചിതയായി ദൈവസന്നിധി നിത്യമായി സന്തോഷിക്കുവാനുള്ള അവസരം ഈ മരണം വഴി സിദ്ധിക്കുന്നുവെങ്കിൽ നാം ഓർക്കണം, ഇത് തീർച്ചയായിട്ടും വിധിയോ ശാപമോ അല്ല. നേരെ പറഞ്ഞ് ദൈവസന്നിധിയിലെത്തി അവർ ആഗ്രഹിച്ചിരുന്ന ആ പൂർണ്ണമായ സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള ഒരു സാധ്യതയാണ്. ദുഃഖത്തോടെയാണ് എങ്കിലും കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞ് താൻ ആഗ്രഹിച്ചിരുന്ന ദൈവീക സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാനുള്ള യാത്രയായി മരണത്തെ കാണുക. ഇത്രകാലം ഈ ലോകത്തിൽ വെച്ച് ഭാഗികമായി അനുഭവിച്ച ദൈവസാന്നിധ്യത്തിന്റെ ആ പൂർണ്ണമായ ആസ്വാദനമാണ് മരണത്തിലൂടെ വിശ്വാസികൾ സിദ്ധിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രാപഞ്ചികമായ ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം വിമുക്തിയായി, സ്വതന്ത്രയായി, നിത്യമായി മാലാഖമാരോടൊപ്പം പാടിപ്പുകഴ്ത്തുവാൻ, വിശുദ്ധരോടൊപ്പം ഇടകലരുവാൻ, നിത്യമായ ആരാധനയിൽ സംബന്ധിക്കുവാൻ, കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നം പോലെ വിസ്മരിച്ച് പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിന് സാധ്യമാക്കുന്ന ഒന്നാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് ഓർത്തിരിക്കേണ്ടത്. അവർ ആ വിശ്രമത്തിന്റെ അനുഭവത്തിലേക്ക് യാത്രയാകട്ടെ. രോഗവും ദുഃഖവും വേദനയും ഇല്ലാത്ത പുതിയ ജീവന്റെ അനുഭവത്തിൽ സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച വിശുദ്ധ മാമോദീസായുടെ പുനർജന്മം പ്രാപിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കർത്തൃബന്ധം, ക്രിസ്തുബന്ധം മരണത്തോടുകൂടി അവസാനിപ്പിക്കുന്നതല്ല.
ക്രിസ്തു ഗാത്രത്തിന്റെ ഒരു ഭാഗമായി തുടരുവാനുള്ള ഭാഗ്യം അത് ഉറപ്പാക്കിയ ശേഷമാണ് യഥാർത്ഥത്തിൽ അവരുടെ യാത്രയാകുന്നത്. ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി തുടർന്ന് ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കർത്തൃദാസിക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ശരീരം മണ്ണോട് ചേരുമ്പോഴും മനുഷ്യയാളത് ക്രിസ്തു ഗാത്രത്തിന്റെ ഭാഗമായി തുടർന്ന് ജീവിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇന്ന് തിരസ്കരിക്കപ്പെടുന്ന ശരീരം പോലും കർത്താവിന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽക്കുവാനാണ്. ദൈവനമ്പുരാനൊന്നും ഹ്രസ്വകാലത്തേക്കായി സൃഷ്ടിക്കുന്നത് നിത്യതയിൽ പങ്കുചേരുവാനാണ് ദൈവസൃഷ്ടിയുടെ ലക്ഷ്യം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. കർത്താവ് വീണ്ടും വരുമ്പോൾ ശരീരം ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാണ്. മണ്ണോട് ചേരുമ്പോൾ അത് അവസാനിക്കുവാനായിട്ടല്ല ശരീരത്തിൽ, നേരെ മറിച്ച് ഒരു പുതിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയിൽ പങ്കുചേരുകയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. നശ്വരമായ ശരീരം മണ്ണോട് ചേരുമ്പോൾ അനശ്വരമായ ശരീരം കർത്താവിന്റെ സന്നിധിയിൽ ഉയർക്കുവാനുള്ളതാണ്. കർത്താവ് വീണ്ടും വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് നല്ല വലതു ഭാഗത്ത് നിൽക്കുവാനും വിശുദ്ധമ്പുരാൻ നൽകുന്ന പുതിയ രാജ്യത്തിൽ വംശികളായി തീരുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നുള്ള ആ വലിയ ആ സന്തോഷ അനുഭവത്തിൽ നമുക്കും പങ്കുചേരുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമാണ് താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ തിരോധാനം എന്ന് പറയുന്നത്. എന്തെല്ലാം ആശ്വാസവാക്കുകൾ പറഞ്ഞാലും ദുഃഖത്തിന് അറുതി അവസാനമില്ല എന്നത് സത്യമാണ്. എങ്കിലും ദൈവഹിതത്തോട് നമുക്ക് പൊരുത്തപ്പെടുവാതിരിക്കുവാൻ സാധിക്കില്ല. ഇത്രയും കാലം ആ കുടുംബത്തെ ദൈവം കാത്ത് പരിപാലിച്ചു, കുടുംബാംഗങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഈ കർത്തൃദാസിയുടെ അഭാവത്തിൽ ദൈവം ആ കുടുംബത്തെ കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ. അവരുടെ തിരോധാനം സൃഷ്ടിച്ച ആ ശൂന്യത ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദിവസത്തിൽ ഓർക്കുന്നു. വളരെ കാലം തൊട്ടേ ഒരു ബന്ധം ഉള്ളൊരു കുടുംബമാണ്. ആലുവാല വലിയ തിരുമേനിയും തിരുമേനിയും ജീവിതകാലത്തിന് മുമ്പും കൊച്ചുമോൻ എന്തുമാത്രം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതിന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. അന്ന് തൊട്ടുള്ളൊരു ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു. ദൈവം വരാൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിത്യതയുടെ തലങ്ങളിലേക്ക് യാത്രയായിരിക്കുന്ന ഈ കർത്തൃദാസി തൻ്റെ ജീവിതത്തിലെ കുറവുകൾ ദൈവം വരാൻ പരിഹരിച്ച് സന്തോഷവും സമാധാനവും നിത്യജീവനും പുനർജന്മത്തിന്റെ പൂർണ്ണമായ അനുഭവം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം ക്രിയലായിസോൻ നേരിട്ട് ചൊല്ലണം. കൃപ നിറയും മശിഹ ഹൃദയാനിന്ദാസി യുദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മാധവമേകേണം ശ്രുതികളിലാരാമയ്യം വിളിവായിൽ വിടയതമേനാഥ നൽകണമാ വീണതിരിളവില്ല
പാറിക്കുമോ പുണ്യത്തിനോളം ദാസി ശ്ലോമോ നൽകാൻ വന്നിടും ഈറേമാപറുദീസായിൽ നിർമ്മലമാത്മത്തെ ഭോഗിക്കും സന്തോഷിക്കും ധാർമ്മികരോ പംനിവാനിൽ ദേവശായൻ മാർഗത്തിൽ ഓട്ടാനിന്ന ശ്രീമായൻ ജീവൻ കാത്തിടണം കർത്താവേ ന്യായത്തീർപ്പിൻ സ്കിബാമേ മോഷ്ടാവേ പോലൻവ എന്നെ വാഴ്ത്തണം ബാറയ്ക്കുമോ തന്നെ ദേവീകൽപ്പനയാലും തിരുസനിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായികൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവരുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം പോയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിലേക്ക് വിളയാനേക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. പ്രകാരകർത്താവേ ഇതാ തിരുവിഷ്ടനെ നിന്റെ ദാസ്യം നിറവേറിയിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടാം ഹൃദയം കരിവാങ്ങാകാലേ നിന്നുടെ നീതിയെ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിനൊഴിയും മൃതരീന്നുമായി ഈശോ കൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹരേ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിന്മേലാശി പനിനീർതൂകി ഹരേ. മരണത്തിൻ കാറ്റടിയേറ്റ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തിയെനിക്കുണർവേകട്ടെ. കബറിനുയിരോട് പറുദീസിൽ നിന്നേറ്റും ദാതാത്മജ വിമലാത്മാവിനെന്നു സ്തോത്രം. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. സാധാരണ നിങ്ങളുടെ മരണം അവിടെ ന്യായാസനങ്ങൾ ദാവീദിലെ ന്യായാസനങ്ങൾ തന്നെ ഇരുലോകത്തും മേവുന്നേ ഞാൻ കൃപ തോന്നണമേ എന്മേലെങ്ങോ മഹിമോദേ നാടനിൽ നിർത്തണമേ വലമായി
നിത്യമുള്ള നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. അഭിനന്ദനായ ഡോക്ടർ തോമസ് മാർക്കാന സിസ്റ്റർവേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് നന്ദി പറയുവാൻ എന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ട് ഒരു മിനിറ്റ് എടുക്കുകയാണ്. ആ കുടുംബവുമായിട്ടുള്ള ഒരു ദീർഘകാലത്തെ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ആ ചുമതല ഏൽപ്പിച്ചത്. അത് ഇപ്പോൾ ഞാൻ നിർവഹിക്കട്ടെ. ഈ കുടുംബത്തെക്കുറിച്ച് എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. ദീർഘസമയം അതിനായിട്ട് എടുക്കുന്നില്ല. എങ്കിലും ഒരു വാക്ക് പറയട്ടെ. ഈ പ്രിയ മാതാവിൻ്റെ ഭർത്താവ് കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട കോശി ഇടവകയുടെ ആത്മീയവും ലൗകികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ്. സഹോദരങ്ങൾ കടന്നുപോയ സംഘർഷനും അതുപോലെ തന്നെ ഇപ്പോൾ ഇളയ സഹോദരനായിരിക്കുന്ന ഉമ്മച്ചനും, ഇവർ 3 പേരും ഇടവകയുടെയും ഈ നാടിൻ്റെയും സഭയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും യാഗോജലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. കുഞ്ഞുമോൻ്റെ പുറകിൽ ഇതിനെല്ലാം കൈത്താങ്ങൽ നൽകിക്കൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചത് ഈ പ്രിയപ്പെട്ട മാതാവായിരുന്നു. ഈ മാതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടി പറയുകയാണ്. ദീർഘവർഷത്തെ പരിചയമുണ്ട്, അനുഭവമുണ്ട്, സ്നേഹബന്ധമുണ്ട്. എന്നാൽ അതിനുശേഷം കുറച്ചു കാലത്തിന് ശേഷം ഇവിടെ വികാരിയായി വരുമ്പോൾ ബഹുമാനപ്പെട്ട ആരോ പ്രിയ ഷിബു ഒക്കെ ഓർമ്മിച്ചതുപോലെ ഇവിടെ രാത്രിയിലൊക്കെ വന്ന് താമസിക്കുന്ന, വൈകിട്ടൊക്കെ വന്ന് താമസിക്കുന്ന വൈദികരെ യഥോചിതം സൽക്കരിക്കുവാനും അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് തരുവാനും ഒക്കെ ഈ കുടുംബം കാണിച്ചിട്ടുള്ളതായ താല്പര്യം ഒരിക്കലും മറക്കാനാകാത്ത കാര്യമാണ്. ഇവിടെ പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. പുണ്യം ചെയ്തോളാം ദാസി എന്ന് പറഞ്ഞൊരു പാട്ടിവിടെ ചൊല്ലി. വാസ്തവത്തിൽ പുണ്യം ചെയ്ത ഒരു മാതാവാണ്. അതിന് ധാരാളം ഉദാഹരണം പറയാണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. കാലം ചെയ്ത ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ ഈ കൊച്ചുമോന് വളരെയധികം സേവനവും സഭയ്ക്കും പ്രസ്ഥാനത്തിനും കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള തെയോഫിലോസ് തിരുമേനി രോഗശൈലിയിലായിരുന്ന സമയത്തൊക്കെ തിരുമേനിയെ ധാരാളം ശുശ്രൂഷിച്ചത് കൊച്ചുമോനായിരുന്നു. അതിൻ്റെ അനുഗ്രഹം അവർക്ക് കയ്യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം കാലം ചെയ്ത ഫിലിപ്പോസ് മാർ യോസേഫ് തിരുമേനി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ കൊച്ചുമോന് വളരെ ആത്മാർത്ഥതയോടുകൂടി ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഇപ്പോഴും തൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവയ്ക്കും സമൂഹത്തിനും ഈ നാടിനും ഒക്കെ ചെയ്യുന്ന സേവനങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമോന് കുഞ്ഞുങ്ങൾക്ക്, കൊച്ചുമോനും പൊടിമോനും മാസനും ഒക്കെ സഭയെയും ഇടവകയെയും ഒക്കെ സമൂഹത്തെയൊക്കെ ശുശ്രൂഷിക്കാനുള്ളതായ നല്ല ആ ഒരു സ്വഭാവവും നല്ല മാതൃകയും കിട്ടിയത് ഈ അമ്മയിൽ നിന്നും ഈ പിതാവിൽ നിന്നുമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവരുടെ സേവനങ്ങളെ വിലമതിക്കുന്നു. ദൈവം കൂടുതലായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മാതാവിൻ്റെ രോഗശൈലിയിലും ഒക്കെ ധാരാളം ആളുകളുടെ പ്രാർത്ഥന ഒരു ബലമായിരുന്നു. രോഗശൈലിയിലായിരിക്കുമ്പോഴും വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്നേഹത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഒരു മാതാവിനുണ്ടായിരുന്നു. നല്ല ഒരു അമ്മ, കുടുംബത്തിനൊരു വിളക്കായിരുന്നു. അത് എന്നും ആ കുടുംബത്തിന് പ്രകാശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകൾക്കൊക്കെ മുഖ്യ ആർവേഷം വഹിച്ച പറഞ്ഞ ഡോക്ടർ തോമസ് മാർ തിരുമേനിയുടെ നന്ദി വ്യാഴാഴ്ച രേഖപ്പെടുത്തിയെങ്കിലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ നിർഭാഗത്തിൽ കുടുംബത്തിനുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. കുടുംബത്തിൽ വന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഇടവമെത്രാനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, ഇന്നലെ ഭവനത്തിലേക്ക് ശുശ്രൂഷകൾ നടത്തി അനുഗ്രഹിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ അഭിനന്ദനായ സക്കറിയാസ് മാർ അബ്രേം തിരുമേനി, അതുപോലെ തന്നെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ദേവദോസിയോസ് തിരുമേനി എന്നീ വന്യ മേൽപ്പട്ടക്കാരോടുള്ളതായ സ്നേഹവും കടപ്പാടും നന്ദിയും കുടുംബത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ഇപ്പോൾ ബോംബെ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ അഭിനന്ദനായ ഫോർലോസ് തിരുമേനി, സേഫിലോസ് തിരുമേനി ഇവരൊക്കെ അനുശോചനം അറിയിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മാവത്തെ തിരുമേനിമാരോടും
കൂടാതെ അനുശോചനമൊക്കെ അറിയിച്ച് അനുഗ്രഹിച്ച എല്ലാ തിരുമേനിമാരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ധാരാളം വൈദികർ ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. വന്യ കന്യാസ്ത്രീകൾ, സിസ്റ്റേഴ്സ് അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇവരോട് എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. പത്തനംതിട്ട DCC പ്രസിഡന്റ് ബാബു ജോർജ് അവറുകളും അതുപോലെ തന്നെ പത്തനംതിട്ട കാതോലിക്ക കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു ജി ജോസഫ് സാറ് അങ്ങനെ തുടങ്ങിയ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പല ആളുകൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും കുടുംബത്തിലെത്തി അനുശോചനം അറിയിച്ചവരോട് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എനിക്ക് ഈ 3 മക്കളും സഹോദരങ്ങളെ പോലെയാണ്, കൊച്ചനുജന്മാരെ പോലെയാണ്. വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. യുവജന പ്രസ്ഥാനത്തിലും ഇവിടെ നടത്തുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് അവരുടെ സഹകരണവും സഹായവും കരുതലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ഓർക്കുന്നു. ഇവിടെ വന്നു ചേർന്ന എപ്പേർപ്പെട്ടവരോടും എല്ലാ ആളുകളോടും ആത്മാർത്ഥമായി സഹായിച്ചവരോടും ആത്മാർത്ഥമായി ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമായ എല്ലാവരോടുമുള്ള നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇവിടെയുള്ള സഹവികാരിമാരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നിട്ടിരുന്ന നേതൃത്വം നൽകി അവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ മാതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിക്കും. പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻദൂതൻ പിറകെ ചുറ്റും പാർത്തും വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു. തൃപ്പാവനുതനുവോടുയിരിൽ രുധിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപ പുണ്യം ജീവ പ്രദനാമശിയാനും ദൈവികമാം വലഭാഗ അവർ നിലകൊണ്ടെന്നെ സ്തുതി പാടിയിട പറക്കുമോ ഞങ്ങളുടെ കർത്താവ് നിത്യഭൂമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള സന്നദ്ധത്തിൽ പ്രകാശിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം. വത്സര സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കർമ്മ പിൻവലിക്കരുതോ വരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാളൊക്കെ വിലാപഭാവത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവോത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെറുപ്പോടും വിശുദ്ധയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ ശിശിക നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചിടുകയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഭവിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായിരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുകൊള്ളുകയും എന്നവരുടെ ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ പ്രകാശിക്കുന്ന ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ദാസിയെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവുമാനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഭൗതിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന്മേൽ പ്രകാശിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായി ദാസിയെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണയെ നന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ.
എല്ലാവരും അനുഗ്രഹിതരാകുന്നു. ഈ മരണാനന്തര ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളാകണം. മരിച്ചുപോർക്കും പാവരിഹാരം നിറയട്ടെ. പിതാമത്തനും പരിശുദ്ധരൂഹായുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായുള്ള പ്രാർത്ഥന തിരുസന്നിധിയിൽ കേൾക്കപ്പെടുകയിരിക്കും. ആരാധനാമോ പ്രവർത്തനോക്കാതെ വിശ്വാസോകൂലസ്ഥാനവന്നീ ആമീൻ.